ഹായ് ഹലോ. അപ്പോളേ നമ്മുടെ വീട് പണിയിലെ എല്ലാ മേഖലയിലും നമ്മുടെ കയ്യൊപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി പുറകെ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല, ഈ ഒരു മേഖല അതിന്റെ ഒരു കുറവ് വേണ്ട. നമ്മള് എന്താണ് കിണറ്റിലും നമ്മളുടെ ഒരു കയ്യൊപ്പ് സംഭവം സെറ്റ് കിട്ടോ. നല്ല രസം, നല്ല ചൂടാണ്, വെള്ളം നന്നായിട്ട് കയറുന്നുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കുഴിക്കുമ്പോ അറിയാൻ പറ്റുമോ? കുഴിച്ചു തുടങ്ങുമ്പോ എങ്ങനെ അറിയണേ? പച്ചമരുന്ന് നോക്കാണ്ട് പച്ചമരുന്ന് നോക്കാണ്ട് അതിൽ കൂടെ അറിയും വെള്ളം ഉണ്ടെങ്കിൽ. അല്ല, അതൊന്നും നോക്കാതെ കുത്തിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് എങ്ങനെയൊക്കെ അറിയാൻ പറ്റും? കിണർ കുത്തിക്കൊണ്ടിരിക്കുമ്പോ അതിപ്പോ ഇതിന്റെ കിണറിന്റെ ലെവൽ നോക്കിയിട്ട് സുമാർ നമുക്കറിയും വെള്ളം കിട്ടണാണോ അത് വേറെ ലെവലാണോ, അത് കുറേ രണ്ടി കൊല്ലതാണെന്നല്ല അറിയും. അതെയോ? അത് മറ്റേ ഈ തവളേനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലേ? അതാണ് ഇതല്ലേ തവളയുണ്ട് കേട്ടോ. തവള രണ്ടാമത്തെ കോലിലെ തവളേനെ കണ്ടു എന്നാട്ടോ പറഞ്ഞു. അതെ, തവളയാണ് ആകെ ലക്ഷണം. അതെയോ? അത് കണ്ടാൽ വെള്ളം തന്നെ. അതെ അല്ലേ? വെള്ളം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമുണ്ട്. വെള്ളം നന്നിട്ട് തന്നെ ഉറവ പൊട്ടിട്ടുണ്ട്. നമ്മൾക്കിപ്പോ എത്ര വർഷമായി കിണർ കുത്താൻ തുടങ്ങിയിട്ട്? 30 വയസ്സിലോ? അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? 45 വർഷമായി കിണർ കുത്താൻ തുടങ്ങിയിട്ട്. മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ കാണൂല. സാദിക്കണ്ണനും മുജീബണ്ണനും ഉണ്ട്. ഇത് ചെരിഞ്ഞു പോയിന്ന്. ശരി, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ കിണറിന് സ്ഥാനം രവിയേട്ടൻ. എന്തായാലും ഈ വീഡിയോന്റെ അടിയില് ഇവരുടെ നമ്പർ കൊടുക്കാം, രവിയേട്ടന്റെ നമ്പറിൽ കൊടുക്കാം. നാട്ടിൽ കിണർ വെച്ചാൻ താല്പര്യമുള്ളവരെല്ലാരും വളരെ കുറഞ്ഞ ചെലവിലാണ് ഇവര് കോലിന് ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്തായാലും ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ വീഡിയോ എടുക്കലും നമ്മുടെ പണിയും കൂടെ ഒരുമിച്ച് നടക്കൂല. അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തായാലും കിണറിൽ മോട്ടർ വെക്കാതെ പരിപാടി നടക്കൂല. കാരണം അല്ലേ, കാലിന്റെ ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഇനി മോട്ടർ വെക്കണം. എന്തായാലും നാളത്തേക്ക് മോട്ടർ വെക്കുക, എന്നിട്ടേ പണി ഇറക്കുള്ളൂ കേട്ടോ. ഒരു കോലും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി നിർത്തും. നമ്മൾ കിണറ്റിൽ നിന്ന് കയറിട്ടോ. കാരണം വെള്ളം കയറി വരിക. ഏകദേശം മുട്ടോളം വെള്ളമായി. ഇനി മണ്ണും എടുക്കാൻ പറ്റില്ല, വെള്ളം കോരാനും പറ്റില്ല. നാളെ ഇല്ല, നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലീവ്. മറ്റന്നാൾ ശനിയാഴ്ച മോട്ടർ വെച്ച് വെള്ളം അടിച്ചു കളഞ്ഞിട്ട് മാക്സിമം ഒന്നും കൂടെ താഴ്ത്തും. അല്ലേ, വെള്ളം പെട്ടെന്ന് തെളിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂരി വെച്ചുണ്ട് വേണം. അല്ല, കൂരി വെച്ച വെള്ളമൊക്കെ പെട്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് പണിക്ക് സാദിഖണ്ണൻ, ജമാലണ്ണൻ, മുജീബണ്ണൻ. ഒന്നിവിടെ നോക്ക് മുജീബണ്ണ. മുജീബണ്ണൻ. ഇവരാണ് നമ്മളുടെ കിണർ പണിക്ക് സാരഥി. എന്നെ വേണമെന്നെ സ്പെഷ്യലായിട്ട് ഇവരടുത്ത് റെക്കമെൻഡ് ചെയ്യണം, എന്നാലേ ഞാൻ വരുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസത്തെ പണിയിൽ കാണാം കേട്ടോ.